രാജ്യങ്ങളൊക്കെ സംസാരിക്കാൻ ഭയന്നിരുന്നിടത്ത് സധൈര്യം അവർ മുന്നോട്ട് വന്നു. അറബ് ജനത ഒന്നിനും കൊള്ളാത്തവരാണെന്ന് ആവർത്തിച്ചു പറഞ്ഞ പാശ്ചാത്യരെ നിങ്ങൾ ഇത് കാണുക. യൂറോപ്പിനെ ഒന്നാകെ മുൾമുനയിൽ നിർത്തിയ റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നത് ഒരു അറബ് രാഷ്ട്രമാണ്. പേര് സൗദി അറേബ്യ. ലോകത്തെ വിറപ്പിച്ച രണ്ട് യുദ്ധങ്ങൾ, ഒന്ന് റഷ്യ ഉക്രൈൻ യുദ്ധം, മറ്റേത് ഹമാസ് ഇസ്രയേൽ യുദ്ധം. 2 മാസങ്ങൾക്ക് മുൻപ് പശ്ചിമേഷ്യയിൽ സംഘർഷം അവസാനിപ്പിച്ചു. ഇപ്പോൾ ഇതാ റഷ്യ ഉക്രൈൻ യുദ്ധവും അതിന്റെ പരിസമാപ്തിയിലേക്ക് കടക്കുന്നു. ആർക്കും ഒന്നും ചെയ്യാനാകില്ലെന്ന് പറഞ്ഞ് മാറി നിന്ന ഈ സംഘർഷങ്ങളിൽ മധ്യസ്ഥന്റെ വേഷമണിഞ്ഞത് രണ്ടും അറബ് രാജ്യങ്ങളാണ്. നേരത്തെ ഖത്തറും ഇപ്പോൾ സൗദി അറേബ്യയും. മിഡിൽ ഈസ്റ്റിലെ പ്രബല ശക്തികൾ എങ്ങനെയാണ് യുദ്ധത്തിൽ മധ്യസ്ഥ വേഷത്തിലേക്ക് എത്തിയത് നമുക്ക് നോക്കാം. കഴിഞ്ഞ 3 വർഷമായി നമ്മളെ എല്ലാവരെയും ഒരുപോലെ വിഷമിപ്പിച്ച ആശങ്കയിലായെത്തിയ റഷ്യ ഉക്രൈൻ യുദ്ധം ഏകദേശം അവസാനിക്കുകയാണ് എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അമേരിക്ക നേരിട്ടിടപെട്ട ഈ വിഷയത്തിൽ 30 ദിവസത്തെ വെടിനിർത്തൽ കരാറിന് റഷ്യയും അതുപോലെ തന്നെ ഉക്രൈനും സമ്മതിച്ചു എന്ന വാർത്തയാണ് പുറത്തുവന്നത്. എന്തായാലും കഴിഞ്ഞ 3 വർഷമായി നീണ്ടുനിന്ന യുദ്ധത്തിന് സമാധാനമുണ്ടാക്കാൻ ഇവിടെ മധ്യസ്ഥനായത് സൗദി അറേബ്യയാണ് എന്നത് സൗദിയുടെ പ്രഭാവവും വർദ്ധിപ്പിക്കുന്നു. നമുക്ക് ഓർമ്മയുണ്ടാകും, 1 വർഷം നീണ്ടുനിന്ന പശ്ചിമേഷ്യൻ സംഘർഷം വെടിനിർത്തലിലേക്ക് എത്തിച്ചതിൽ പ്രധാന പങ്കുവഹിച്ചത് കേരളത്തിന്റെ അത്ര പോലും വലുപ്പമില്ലാത്ത ഖത്തറായിരുന്നു. എന്നാൽ റഷ്യ ഉക്രൈൻ യുദ്ധത്തിലേക്ക് എത്തുമ്പോൾ അമേരിക്കയുടെ തോളോട് തോൾ ചേർന്ന് നിൽക്കുന്നതാകട്ടെ ഖത്തറിന്റെ അയൽക്കാരനായ സൗദി അറേബ്യയും. എന്താണ് സൗദി അറേബ്യയ്ക്ക് ഇവിടെയുള്ള വേഷം? റഷ്യ ഉക്രൈൻ സംഘർഷത്തിൽ ഒരു പ്രധാന മധ്യസ്ഥനായി സൗദി അറേബ്യ സ്വയം നിലയുറപ്പിച്ചിട്ട് മാസങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു. സംഭാഷണങ്ങളിലൂടെ കാര്യങ്ങൾ രമ്യതയിൽ പരിഹരിക്കാനും സമാധാനപരമായി ശാശ്വതമായ പരിഹാരം നേടുന്നതിനും രാജ്യത്തിന്റെ നയതന്ത്രപരവും സാമ്പത്തികവുമായ സ്വാധീനം പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് സൗദി മധ്യസ്ഥ വേഷമണിയുന്നത്. നയതന്ത്ര ഇടപെടൽ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ നിരവധി ശ്രമങ്ങൾ സൗദി നടത്തിയിട്ടുണ്ട്. 2024 ഫെബ്രുവരിയിൽ ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി റഷ്യൻ അധിനിവേശം അവസാനിപ്പിക്കാനുള്ള സൗദി അറേബ്യയുടെ സമീപനത്തെ അഭിനന്ദിച്ചിരുന്നു. ഉക്രൈനും റഷ്യയും തമ്മിലുള്ള തടവുകാരുടെ കൈമാറ്റം സുഗമമാക്കുന്നതിൽ രാജ്യത്തിന്റെ പങ്കിനെ അംഗീകരിക്കുകയും ചെയ്തു. 2025 മാർച്ച് 14 റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനും ഒരു ഫോൺ സംഭാഷണം നടത്തുകയുണ്ടായി. അവിടെ അവർ ഒപെക് പ്ലസ് കരാറുകളോടുള്ള പ്രതിബദ്ധത വീണ്ടും ഉറപ്പിക്കുകയും ഉക്രൈനിൽ സമാധാനം സ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഒപെക് പ്ലസ് ബാധ്യതകൾ പാലിക്കേണ്ടതിന്റെ പ്രാധാന്യം ക്രെംലിൻ എടുത്തു കാണിക്കുകയും ചെയ്തു. റഷ്യ US നയതന്ത്രജ്ഞർ തമ്മിലുള്ള മുൻ ചർച്ചകളിൽ സൗദി അറേബ്യയുടെ മധ്യസ്ഥതയ്ക്ക് പുടിൻ നന്ദി പ്രകടിപ്പിക്കുകയും ചെയ്തു. 2022 ഒക്ടോബറിൽ സൗദി അറേബ്യയുടെ നേതൃത്വത്തിലുള്ള ഒപെക് പ്ലസ് എണ്ണ ഉൽപാദന ലക്ഷ്യങ്ങളിൽ ഗണ്യമായ വെട്ടിക്കുറവുകൾ പ്രഖ്യാപിച്ചിരുന്നു. ഈ തീരുമാനം റഷ്യയ്ക്ക് ഗുണകരമാണെന്ന് കണക്കാക്കപ്പെട്ടു. പാശ്ചാത്യ ഉപരോധങ്ങൾക്കിടയിൽ ഉയർന്ന എണ്ണ വരുമാനം നിലനിർത്തുന്നതിലൂടെ അതിന്റെ യുദ്ധശ്രമങ്ങളെ സഹായിക്കാൻ സാധ്യതയുണ്ട് എന്ന ജോ ബൈഡന്റെ വിലയിരുത്തൽ ഇരു രാജ്യങ്ങൾക്കിടയിൽ ബന്ധത്തെ പോലും സാരമായി ബാധിച്ചിരുന്നു. 2025 സൗദി അറേബ്യ ഒരു വ്യോമ പ്രതിരോധ സംവിധാനത്തിനായി റഷ്യൻ സർക്കാർ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങൾക്ക് 2 ബില്യൺ യൂറോയിൽ കൂടുതൽ നൽകിയതായി ചില രേഖകൾ വെളിപ്പെടുത്തിയിരുന്നു. ലോകത്തിനു മുന്നിൽ നിന്നും മറച്ചുപിടിച്ച ഇരു രാജ്യങ്ങളും തമ്മിലുണ്ടായ സൈനിക സഹകരണം തുടരുന്നു എന്ന് ലോകത്തോട് വെളിപ്പെടുത്തുന്നതായിരുന്നു ഇത്തരം രേഖകൾ. റഷ്യയുമായി പ്രത്യേകിച്ച് ഊർജ്ജ പ്രതിരോധ മേഖലയിൽ ശക്തമായ ബന്ധം നിലനിർത്തുക, അതേസമയം ഉക്രൈനിൽ സമാധാനത്തിനും സ്ഥിരതയ്ക്കും വേണ്ടി വാദിക്കുക, സംഘർഷം പരിഹരിക്കാനുള്ള അന്താരാഷ്ട്ര ശ്രമങ്ങളിൽ രാജ്യത്തെ ഒരു പ്രധാന പങ്കാളിയായി സ്ഥാപിക്കുന്നു, പ്രാദേശിക ആഗോള സ്വാധീനത്തിനായുള്ള അതിന്റെ അഭിലാഷങ്ങളുമായി അതിന്റെ തന്ത്രപരമായ പങ്കാളിത്തങ്ങളെ സന്തുലിതമാക്കുക എന്നീ സകല മേഖലകളിലും കൃത്യമായ കാര്യങ്ങൾ നീക്കുന്നതിൽ സൗദി അറേബ്യ പ്രാഗൽഭ്യം തെളിയിക്കുകയായിരുന്നു. സമകാലിക ആഗോള രാഷ്ട്രീയത്തിൽ ഖത്തറും സൗദി അറേബ്യയും സ്വാധീനമുള്ള മധ്യസ്ഥരായി ഉയർന്നു വന്നിട്ടുണ്ട് എന്നത് എടുത്തു പറയേണ്ട ഒരു വിഷയം തന്നെയാണ്. സംഘർഷങ്ങൾ പരിഹരിക്കുന്നതിനും പ്രാദേശിക സ്ഥിരത വളർത്തുന്നതിനുമുള്ള നയതന്ത്ര ശ്രമങ്ങളിൽ സജീവമായി ഇടപെടുന്ന അറബ് രാജ്യങ്ങളായ ഈ 2 രാഷ്ട്രങ്ങളും പരിവർത്തനപ്പെട്ടു കഴിഞ്ഞു. സമാധാന ശ്രമങ്ങളിൽ അവരുടെ പങ്കാളിത്തം, തന്ത്രപരമായ താൽപര്യങ്ങൾ, സാമ്പത്തിക പരിഗണനകൾ, അവരുടെ ഭൗമരാഷ്ട്രീയ സ്വാധീനം വർദ്ധിപ്പിക്കാനുള്ള ആഗ്രഹം എന്നിവ മുന്നിൽ കണ്ടുകൊണ്ടുള്ളത് തന്നെയാണ്. ഖത്തറും സൗദി അറേബ്യയും ഗൾഫ് സഹകരണ കൗൺസിലും അതായത് GCCയുടെ വിശാലമായ അറബ് ലോകത്തും തങ്ങളുടെ നേതൃത്വം ഉറപ്പാക്കാൻ ശ്രമിക്കുന്ന 2 വലിയ രാഷ്ട്രങ്ങളാണ്. സംഘർഷങ്ങൾക്ക് മധ്യസ്ഥത വഹിക്കുന്നതിലൂടെ അവരുടെ പ്രാദേശിക നില മെച്ചപ്പെടുത്താനും അറബ് ഐക്യത്തിനും സ്ഥിരതയ്ക്കും വേണ്ടിയുള്ള പ്രതിബദ്ധത പ്രകടിപ്പിക്കാനും അവർ ശ്രമിക്കുന്നു. ഉദാഹരണത്തിന് 2021 ഖത്തർ നയതന്ത്ര പ്രതിസന്ധിയുടെ പരിഹാരം കാണുന്നതിനായി ഖത്തറിനെതിരായ ഉപരോധം അവസാനിപ്പിക്കുന്നതിൽ സൗദി അറേബ്യ നിർണായകമായിട്ടുള്ള ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട്. രാജ്യത്തിന്റെ സ്വാധീനവും GCC ബന്ധങ്ങൾ നന്നാക്കാനുള്ള അതിന്റെ കഴിവും പ്രകടമാക്കിക്കൊണ്ടായിരുന്നു അറബ് രാജ്യങ്ങൾ ഖത്തറിന് നൽകിയ വിലക്ക് സൗദി അറേബ്യയുടെ നേതൃത്വത്തിൽ എടുത്തു കളഞ്ഞത്.
2021 ജനുവരിയിൽ ഒപ്പുവെച്ച അൽ ഉല പ്രഖ്യാപനം നയതന്ത്ര ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിനുള്ള ഒരു സുപ്രധാന ചുവടുവയ്പായി അടയാളപ്പെടുത്തുകയും ഒരു പ്രാദേശിക സമാധാന നിർമ്മാതാവ് എന്ന നിലയിൽ സൗദി അറേബ്യയുടെ പങ്ക് അടിവരയിടുകയും ചെയ്യുന്നതാണ്. സാമ്പത്തിക വ്യാപാര താൽപ്പര്യങ്ങൾ എന്തൊക്കെയാണെന്ന് കൂടി നോക്കാം. മധ്യസ്ഥ ശ്രമങ്ങൾ പലപ്പോഴും സാമ്പത്തിക സഹകരണത്തിനും വ്യാപാര പങ്കാളിത്തത്തിനും വഴികൾ തുറക്കുന്നതാണ്. സമാധാനം സാധ്യമാകുന്നതിലൂടെ നിക്ഷേപത്തിനും സാമ്പത്തിക വളർച്ചയ്ക്കും അനുകൂലമായ നല്ലൊരു അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് ഖത്തറും സൗദി അറേബ്യയും ലക്ഷ്യമിടുന്നത്. 2021 പ്രതിസന്ധിക്ക് ശേഷം നയതന്ത്ര ബന്ധങ്ങൾ പുനഃസ്ഥാപിച്ചത് സൗദി അറേബ്യയും ഖത്തറും തമ്മിലുള്ള വിമാന സർവീസുകളും വ്യാപാരം പുനരാരംഭിക്കുന്നതിലേക്ക് നയിച്ചു. ഇരു രാജ്യങ്ങളുടെയും സമ്പദ് വ്യവസ്ഥകൾക്ക് ഗുണം ചെയ്യുകയാണ് ഇതിലൂടെ ചെയ്തത്. കൂടാതെ അയൽരാജ്യങ്ങളുമായുള്ള സ്ഥിരതയുള്ള ബന്ധം, നിക്ഷേപ ലക്ഷ്യസ്ഥാനങ്ങൾ എന്ന നിലയിൽ അവരുടെ ആകർഷണീയത വർദ്ധിപ്പിക്കുകയും അവരുടെ സാമ്പത്തിക അജണ്ടകൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നിട്ടുമുണ്ട്. സുരക്ഷാ ആശങ്കകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമുക്കറിയാവുന്നതാണ് മിഡിൽ ഈസ്റ്റ് സംഘർഷങ്ങളുടെ ഒരു കേന്ദ്രമായിട്ട് മാറിയിട്ടുള്ള ഒരു കാലഘട്ടമാണ് കടന്നുപോയത്. കൂടാതെ പ്രാദേശിക അസ്ഥിരതയെ തങ്ങളുടെ സുരക്ഷയ്ക്ക് നേരിട്ടുള്ള ഭീഷണി ഉയർത്തുമെന്ന് ഇരു രാജ്യങ്ങളും തിരിച്ചറിയുന്നുണ്ട്, ഭയപ്പെടുന്നുമുണ്ട്. സമാധാന പ്രക്രിയകൾ സജീവമായി പങ്കെടുക്കുന്നതിലൂടെ തീവ്രവാദത്തിന്റെ വ്യാപനവും സംസ്ഥാനേതര പ്രവർത്തകരുടെ സ്വാധീനവും ഉൾപ്പെടെയുള്ള സുരക്ഷാ അപകട സാധ്യതകൾ ലഘൂകരിക്കാൻ അവർ ലക്ഷ്യമിടുന്നു. അവരുടെ മധ്യസ്ഥ ശ്രമങ്ങൾ ഭാഗികമായി മേഖലയിലെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടി കൂടിയുള്ളതാണ്. ഖത്തറിന്റെ മധ്യസ്ഥ സംരംഭങ്ങൾ എന്തൊക്കെയാണെന്ന് കൂടി ഇതിൽ പറയാം. ഖത്തറിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ചർച്ചകൾക്കൊരു നിഷ്പക്ഷ കേന്ദ്രമായി ഖത്തർ സ്വയം നിലകൊള്ളുന്നതായി നമുക്കിവിടെ അനുഭവപ്പെട്ടേക്കാം. ഖത്തറിന്റെ വിശാലമായ നയതന്ത്ര ബന്ധങ്ങൾ പ്രയോജനപ്പെടുത്തി വൈരുദ്ധ്യമുള്ള കക്ഷികൾക്കിടയിൽ സംഭാഷണം സുഗമമാക്കുന്നതിനുള്ള രാജ്യത്തിന്റെ മികവ് പ്രശംസനീയമാണ്. ഇസ്രയേൽ ഹമാസ് വെടിനിർത്തൽ ചർച്ചകളിൽ നമ്മൾ ഖത്തറിന്റെ വേഷം, അതായത് മധ്യസ്ഥ വേഷം കണ്ടു കൈയടിച്ചവരാണല്ലോ. 2025 തുടക്കത്തിൽ ഗാസ സംഘർഷവുമായി ബന്ധപ്പെട്ട് ഇസ്രയേലും ഹമാസും തമ്മിലുള്ള വെടിനിർത്തൽ ചർച്ചകൾക്ക് മധ്യസ്ഥ വഹിക്കുന്നതിൽ ഖത്തർ നിർണായക പങ്കുവഹിച്ചിട്ടുണ്ട്. ഖത്തർ, ഈജിപ്ത് എന്നീ രാജ്യങ്ങളുടെ സഹായമുള്ളതുകൊണ്ട് മാത്രമാണ് ഹമാസിൽ നിന്നും പോസിറ്റീവായിട്ടൊരു പ്രതികരണം പോലും വന്നത്. വെടിനിർത്തൽ ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായി ഇസ്രയേലിനെ ദോഹയിലേക്ക് ഒരു പ്രതിനിധി സംഘത്തെ അയക്കാൻ പ്രേരിപ്പിക്കുകയായിരുന്നു. വിവിധ വിഭാഗങ്ങളുമായി ഇടപഴകാനുള്ള ഖത്തറിന്റെ അതുല്യമായ നിലപാടും പ്രാദേശിക സ്ഥിരതയ്ക്കുള്ള പ്രതിബദ്ധതയും ഈ സംഭവ വികാസം എടുത്തു കാണിക്കുന്ന ഒന്നാണ്. ഇനി നമുക്ക് സൗദി അറേബ്യയിലേക്ക് മടങ്ങിവരാം. US-ഉക്രൈൻ സമാധാന ചർച്ചകൾക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യമാണ് സൗദി അറേബ്യ. 2025 മാർച്ചിൽ ജിദ്ദയിൽ US-ഉം ഉക്രൈൻ ഉദ്യോഗസ്ഥരും തമ്മിലുള്ള സമാധാന ചർച്ചകൾക്ക് ആതിഥേയത്വം വഹിക്കാനുള്ള സൗദി അറേബ്യയുടെ തീരുമാനം അന്താരാഷ്ട്ര നയതന്ത്രത്തിൽ അതിന്റെ സജീവ പങ്കിന്റെ ഉദാഹരണമാണ്. നടന്നുകൊണ്ടിരിക്കുന്ന റഷ്യ-ഉക്രൈൻ സംഘർഷം പരിഹരിക്കുന്നതിനുള്ള ചർച്ചകളാണ് സൗദി ഇതിലൂടെ ലക്ഷ്യമിട്ടത്. ഉക്രൈൻ ഒരു നാവിക വ്യോമ വെടിനിർത്തൽ നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. US ഉദ്യോഗസ്ഥർ പങ്കെടുത്ത ഈ പരിപാടിയിൽ ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനുമായി കൂടിക്കാഴ്ച നടത്തി. ഒരു മധ്യസ്ഥൻ എന്ന നിലയിൽ രാജ്യത്തിന്റെ പ്രാധാന്യം അടിവരയിട്ട സംഭവങ്ങളായിരുന്നു ഇതൊക്കെ. ഉക്രൈൻ റഷ്യ സംഘർഷത്തിൽ സൗദി അറേബ്യ മധ്യസ്ഥത വഹിക്കുന്നതിൽ സജീവമായി ഏർപ്പെട്ടിട്ടുണ്ട്. 2025 ഫെബ്രുവരിയിൽ റിയാദിൽ US-ഉം റഷ്യൻ ഉദ്യോഗസ്ഥരും തമ്മിൽ ചർച്ചകൾ നടത്തി. പ്രാദേശികവും ആഗോളവുമായ സ്ഥിരതയോടുള്ള പ്രതിബദ്ധത പ്രതിഫലിപ്പിക്കുന്ന സമാധാനത്തിനുള്ള ഒരു ചട്ടക്കൂട് സ്ഥാപിക്കുക എന്നതാണ് രാജ്യത്തിന്റെ ഈ ശ്രമങ്ങളുടെയൊക്കെ ലക്ഷ്യം. 2021 ഖത്തർ നയതന്ത്ര പ്രതിസന്ധി പരിഹരിച്ചത് സൗദി നയതന്ത്രത്തിന് ഒരു സുപ്രധാന നേട്ടമായിരുന്നു. അൽ ഉല പ്രഖ്യാപനം ഉപരോധം അവസാനിപ്പിക്കുക മാത്രമല്ല, ഗൾഫ് ഐക്യത്തിന്റെ പ്രാധാന്യം ഊന്നി പറയുകയും ചെയ്തു. ഈ അനുരഞ്ജനം നയതന്ത്ര ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കാനും വ്യാപാരവും യാത്രയും പുനരാരംഭിക്കാനും അനുവദിച്ചു. ഇത് ഉൾപ്പെട്ട രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥയ്ക്കും സുരക്ഷയ്ക്കും ഗുണം ചെയ്തു. ഖത്തറിന്റെയും സൗദി അറേബ്യയുടെയും സമാധാന ശ്രമങ്ങൾക്ക് നിരവധി ശ്രദ്ധേയമായ പ്രത്യാഘാതങ്ങളുണ്ട്. വർദ്ധിപ്പിച്ച പ്രാദേശിക സ്ഥിരത, സംഘർഷങ്ങൾക്ക് മധ്യസ്ഥത വഹിക്കുന്നതിലൂടെയും സംഭാഷണങ്ങൾ വളർത്തുന്നതിലൂടെയും ഈ രാജ്യങ്ങൾ മധ്യസ്ഥത കുറയ്ക്കുന്നതിനും മിഡിൽ ഈസ്റ്റിൽ സ്ഥിരത പ്രോത്സാഹിപ്പിക്കുന്നതിനും സംഭാവന ചെയ്തു. സംഘർഷങ്ങൾ വർദ്ധിപ്പിക്കുന്നത് തടയാനും സാമ്പത്തിക വികസനത്തിന് അനുയോജ്യമായ അന്തരീക്ഷം സൃഷ്ടിക്കാനും അവരുടെ ശ്രമങ്ങൾ സഹായിച്ചിട്ടുണ്ട്. ഗൾഫ് സഹകരണം ശക്തിപ്പെടുത്തലാണ് അതിൽ പ്രധാനമായിട്ട് എടുത്തു പറയേണ്ട ഒന്ന്. പ്രാദേശിക തർക്കങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ഒരു വേദി എന്ന നിലയിൽ GCCയുടെ പ്രാധാന്യത്തെ അവരുടെ മധ്യസ്ഥ റോളുകൾ ശക്തിപ്പെടുത്തുന്നുണ്ട്. ആഭ്യന്തര സംഘർഷങ്ങൾ പരിഹരിക്കാനും അംഗരാജ്യങ്ങൾക്കിടയിൽ ഐക്യം നിലനിർത്താനുമുള്ള സംഘടനയുടെ കഴിവിനെ ഖത്തർ പ്രതിസന്ധിയുടെ പരിഹാരം ഉദാഹരണമാണ്. ആഗോള അംഗീകാരവും സ്വാധീനവുമാണ് അടുത്തത്. നയതന്ത്ര സംരംഭങ്ങളിലൂടെയും ഖത്തറും സൗദി അറേബ്യയും അവരുടെ ആഗോള സ്ഥാനം വർദ്ധിപ്പിക്കാനും അന്താരാഷ്ട്ര സമാധാന ശ്രമങ്ങളിൽ പ്രധാന പങ്കാളികളായി സ്വയം സ്ഥാനം പിടിക്കാനും ശ്രമിക്കുന്നുണ്ട്. ഈ അംഗീകാരം ആഗോള നയങ്ങളെ സ്വാധീനിക്കാനും തന്ത്രപരമായ പങ്കാളിത്തങ്ങൾ ആകർഷിക്കാനും അവരെ അനുവദിച്ചു. സമകാലിക ആഗോള രാഷ്ട്രീയത്തിൽ ഖത്തറും സൗദി അറേബ്യയും മധ്യസ്ഥരായി ഉയർന്നു വരുന്നത് അവരുടെ പ്രാദേശിക സ്വാധീനം വർദ്ധിപ്പിക്കുന്നതിനും സാമ്പത്തിക താൽപ്പര്യങ്ങൾ സുരക്ഷിതമാക്കുന്നതിനും ആഗോള സമാധാന ശ്രമങ്ങൾക്ക് സംഭാവന ചെയ്യുന്നതിനുമുള്ള തന്ത്രപരമായ ഒരു ശ്രമമായിട്ട് തന്നെയാണ് നമ്മൾ വിലയിരുത്തേണ്ടത്. ഇസ്രായേൽ ഹമാസ് സംഘർഷങ്ങൾ, ഉക്രൈൻ റഷ്യ യുദ്ധം തുടങ്ങിയ സംഘർഷങ്ങൾ പരിഹരിക്കുന്നതിൽ അവരുടെ സജീവ പങ്കാളിത്തം, സ്ഥിരതയും സഹകരണവും വളർത്തിയെടുക്കുന്നതിനുള്ള അവരുടെ പ്രതിബദ്ധതയെ അടിവരയിടുന്നു. സങ്കീർണമായ ഭൗമരാഷ്ട്രീയ മേഖലകളിൽ അവർ നേവിഗേറ്റ് ചെയ്യുന്നത് തുടരുമ്പോൾ സമാധാന ദല്ലാളന്മാർ എന്ന നിലയിൽ അവരുടെ പങ്ക് വികസിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. ഇത് മിഡിൽ ഈസ്റ്റിന്റെയും വിശാലമായ അന്താരാഷ്ട്ര സമൂഹത്തിന്റെയും ഭാവി ചലനാത്മകതയെ രൂപപ്പെടുത്തുന്നതിൽ നിർണായകമായ ഒരു പങ്കാണ് വഹിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ വിഷയത്തിലെ നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായാലും കമന്റായി രേഖപ്പെടുത്തുക. ഒപ്പം ഈ അറിവുകൾ എല്ലാവരിലേക്കും എത്താൻ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.